ക്രിസ്ത്യാനിക്കില്ലേ വേദപഠനം, മുസ്ലിംസിന് കൃത്യമായിട്ടില്ലേ ഖുറാൻ പഠനം, ഹിന്ദുവിന് എന്ത് പഠനമുള്ളത്? എന്ത് പഠനമുള്ളത്? 2 ആഴ്ച അടുപ്പിച്ച് വെള്ളിയാഴ്ച പള്ളിയിൽ പോയില്ലെങ്കിൽ ഉസ്താദ് വിളിക്കും, അഹമ്മദേ എന്തുകൊണ്ട് പള്ളിയിൽ വന്നില്ല, ഇനി നീ ഒരാഴ്ച കൂടെ വന്നില്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് കയറണ്ടെന്ന് പറയും അല്ലേ? ക്രിസ്ത്യാനികൾ ഞായറാഴ്ചകളിൽ കൃത്യമായി പള്ളിയിൽ പോകും. ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുമ്പോൾ 2 or 3 ആഴ്ച വന്നില്ലേ പറയും, ജോസഫേ ഇനി ഒരു 2-3 ആഴ്ച കൂടെ വന്നില്ലെങ്കിൽ മോളുടെ കല്യാണമൊക്കെ വരുന്ന, പള്ളിയിലോട്ട് വരേണ്ടി വരില്ല എന്ന് പറയും. ഇവിടുത്തെ പ്രസിഡൻറ്റ് പറയുകയാണ്, ദിവാകര കുറേ കാലമായല്ലോ അമ്പലത്തിലോട്ട് കണ്ടിട്ട്, ഇനി വന്നില്ലെങ്കിൽ ദിവാകരനെ ഇങ്ങ് കയറ്റില്ല എന്ന് പറഞ്ഞാൽ പ്രസിഡൻറ്റ് ഇറങ്ങാൻ കാത്തിരിക്കും അവിടെയുള്ള ഏതെങ്കിലും കൂട്ടുകാരെ വിളിച്ച് പ്രസിഡൻറ്റിന് കൊട്ടേഷൻ കൊടുക്കാൻ. ഇതാണ് ഹിന്ദുവിൻ്റെ സംസ്കാരവും മറ്റുള്ളവരുടെ സംസ്കാരവും തമ്മിലുള്ള വ്യത്യാസം. ഈ ഒരു തോട്ട് മാറണം അല്ലേ? സന്ധ്യാസമയത്ത് ഒരു 7-7:30 മണിയാകുമ്പോൾ ക്രിസ്ത്യൻ സഹോദരങ്ങൾ അവരുടെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ മുട്ടിൽ നിന്ന് കുരിശ് വരച്ചതിന് ശേഷം പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ അവർ ഭക്ഷണം കഴിക്കൂ. നമ്മുടെ വീട്ടിലോ വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുമ്പോഴായിരിക്കും അദ്ദേഹം കയറി വരിക. പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഭക്ഷണം തരാമെന്ന് പറഞ്ഞാൽ ആ വിളക്കെടുത്ത് നിങ്ങളുടെ തലക്കടിക്കും. ഇതാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ വ്യത്യാസം. ഇതെല്ലാം പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതുമായ സംസ്കാരം ഉണ്ടായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യുന്നുണ്ടോ? ഇന്ന് പ്രാർത്ഥന കുറഞ്ഞില്ലേ? നമ്മുടെ വീട്ടിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥന, പകരം പൂജാമുറികളായില്ലേ അല്ലേ? ഇന്ന് വീട് വെക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഏറ്റവും ഭംഗിയായിട്ടുള്ളൊരു പൂജാമുറി വെക്കും അല്ലേ? ആ ഭംഗിയായിട്ടുള്ള പൂജാമുറി വെച്ചിട്ട് അതിനകത്ത് ലോകത്ത് കിട്ടാവുന്ന എല്ലാ പ്രതിമകളും വിഗ്രഹങ്ങളും ഒക്കെ വാങ്ങി വെക്കും. എന്നിട്ടൊരു 5:30 കഴിയുമ്പോൾ അവിടെ ഒരു വിളക്ക് നല്ല എണ്ണയൊക്കെ ഒഴിച്ചങ്ങോട്ട് കത്തിച്ച് വെച്ചിട്ട് വാതിലങ്ങ് അടയ്ക്കും. എന്തിനാണെന്നറിയാവോ? പ്രാർത്ഥിക്കാനല്ല. 6 മണി മുതൽ സീരിയലുണ്ട്, ഏകദേശം ഒരു 10 മണി വരെ അത് കാണാനുള്ളൊരു ത്വരയാണ് ഇങ്ങനെ. അല്ലെങ്കിൽ ഒരു 7 മണിക്ക് സിനിമയുണ്ട്, അത് കാണാനാണ്. ഈ വിളക്ക് അവിടെ ഇരുന്ന് തനിയെ കത്തി 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 കരിന്തിരി കത്തി അണയും, നമ്മളെ മറന്നു പോകും. പിന്നെ ഈ പൂജാമുറി ഇത്ര ഭംഗി, വലിയ വീട് വെച്ചിട്ട് പൂജാമുറി എന്തിനാ? നാട്ടുകാരെ കാണിക്കാനാ? പ്രദർശന ഭക്തിയാ? എനിക്ക് വലിയ പൂജാമുറിയുണ്ട്, വലിയ വിഗ്രഹങ്ങളുണ്ട് എന്ന് പ്രദർശന ഭക്തിക്കൊന്നൊരു കാര്യമില്ല.